യുദ്ധം അമേരിക്കയ്ക്ക് ഭാരമാകുമ്പോൾ ഇസ്രയേൽ ഒറ്റപ്പെടുകയാണോ എന്ന ചോദ്യം ഉയരുകയാണ്. ഈ യുദ്ധം ആരംഭിക്കുമ്പോൾ പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഇറാന്റെ ആണവ റിയാക്ടറുകളെല്ലാം അടച്ചുപൂട്ടുക. രണ്ടാമത്തേത്, അവരുടെ മിസൈൽ സംവിധാനങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക. മൂന്നാമത്തേത്, റെസിസ്റ്റന്റ് ഗ്രൂപ്പുകൾക്ക് ആയുധ ധനസഹായങ്ങൾ നിർത്തിവെക്കുക. ഇങ്ങനെ 3 കാര്യങ്ങളായിരുന്നു. ഇത് 3ഉം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ ഈ യുദ്ധം ഇനിയും മുന്നോട്ട് പോയാൽ, ഇപ്പോൾ താൽക്കാലികമായ വെടിനിർത്തലാണുള്ളത്. ഇനിയും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ അമേരിക്കയെ സാമ്പത്തികമായി തളർത്തിക്കളയും. മാത്രമല്ല, ഈ യുദ്ധത്തിലൂടെ ഇറാന് ഒരിക്കലും തന്നെ തളർത്തി അവരുടെ ലക്ഷ്യം നേടാൻ സാധിക്കുകയില്ല എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിൽ നിന്ന് മാത്രം അവരെ പിന്തിരിപ്പിക്കുക, അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കുക എന്ന തലങ്ങളിലേക്ക് ഇപ്പോൾ അമേരിക്ക എത്തുന്നു എന്ന സൂചനയാണ് വരുന്നത്. ഇപ്പോൾ വാഷിംഗ്ടൺ പോസ്റ്റ് അങ്ങനെയുള്ള ഒരു ലേഖനമാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാന് ആണവായുധം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നാണ്. യഥാർത്ഥത്തിൽ ഈ കാര്യം ഇറാൻ പലതവണ ആവർത്തിച്ചതാണ്. ഞങ്ങൾ ആണവായുധം നിർമ്മിക്കുകയില്ല, അതേസമയത്ത് ഞങ്ങളുടെ അവകാശമാണ് ആണവോർജം ഉൽപ്പാദിപ്പിക്കുക എന്നത്, അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറല്ല എന്നാണ്. എന്നാൽ ഇപ്പോൾ ചർച്ചകളിൽ ഇറാന് വലിയ ധനസഹായം നൽകി, ഇറാന്റെ മരവിപ്പിച്ച ഫണ്ടുകളെല്ലാം തിരിച്ചു നൽകി, ഏകദേശം $20 ബില്യൺ എങ്കിലും നൽകി ഇറാന് ആണവായുധം നിർമ്മിക്കുക എന്നതിൽ നിന്ന് മാത്രം പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തുന്നത്. അതിലൂടെ ഈ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് ട്രംപ് അന്വേഷിക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ വെട്ടിലാകുന്നത് ഇസ്രയേലാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന്റെ മുന്നിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇറാന്റെ മിസൈൽ ശക്തിയാണ്. രണ്ടാമത്തേത്, ഇത്തരം മിസൈലുകളെല്ലാം ഹിസ്ബുള്ളക്ക് നൽകിക്കഴിഞ്ഞാൽ നാളെ അത് ഇസ്രയേലിന് ഏറ്റവും വലിയൊരു ബാധ്യതയായി മാറും. അതുകൊണ്ട് ഈ മിസൈൽ സംവിധാനങ്ങൾക്ക് പരിധി നിശ്ചയിക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റെസിസ്റ്റന്റ് സംഘങ്ങളെ സഹായിക്കുന്ന രീതി ഇറാൻ അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ കാര്യങ്ങളിൽ നിന്നൊന്നും തന്നെ ഇറാനെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്ന കാര്യം ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ എത്രത്തോളം ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ നടത്തിയിരുന്ന വെടിനിർത്തൽ ചർച്ചകൾ കഴിഞ്ഞതിന് ശേഷവും നടത്തിയ ആക്രമണങ്ങളെ ഇറാൻ ശരിക്കും കടിഞ്ഞാനിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ ലബനാനിൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾ ആക്രമണം തുടരും, വെടിനിർത്തൽ ലംഘിക്കുമെന്നായിരുന്നു ഇറാൻ പറഞ്ഞിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തി ഇസ്രയേലിനെ മാറി നിൽക്കേണ്ടി വരികയാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രയേലിനെ പോലും നിലക്ക് നിർത്താൻ ഇപ്പോൾ ഇറാന്റെ ചില നീക്കങ്ങൾക്ക് സാധിക്കുന്നു എന്നത് ഇവിടെ പ്രസക്തമായ കാര്യം തന്നെയാണ്. ശക്തി ഉപയോഗിച്ചുകൊണ്ട് സമാധാനം കൊണ്ടുവരിക എന്ന ട്രംപിന്റെ നീക്കങ്ങൾ തുല്യമായ ശക്തികൾക്ക് മുന്നിൽ നടക്കില്ല എന്ന കാര്യം ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇറാന് മുന്നിൽ ശക്തി ഒരിക്കലും സാധ്യമല്ല. അതേസമയത്ത് വിട്ടുവീഴ്ചകളിലൂടെ, ഡിപ്ലോമാറ്റിക്കൽ ചർച്ചയിലൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. എന്നാൽ ഇറാന്റെ നയങ്ങളെ പണം നൽകിക്കൊണ്ട് ആ നയങ്ങളിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ അമേരിക്ക ആലോചിക്കുന്നത്. പക്ഷേ എങ്ങനെയാണെങ്കിലും ഇറാൻ അവരുടെ ആണവോർജ സംവിധാനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാഹചര്യമില്ല. പിന്നെ അമേരിക്കക്ക് പറയാനുള്ളത് ആണവായുധം നിർമ്മിക്കാൻ പാടില്ല എന്നതാണ്. എന്നാൽ ഈ കാര്യം ഇറാൻ ആദ്യമേ നിഷേധിച്ചതാണ്. അങ്ങനെ ഒരു ആണവായുധം ഞങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. കാരണം ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഫത്വ തന്നെ അങ്ങനെയാണുള്ളത്. സർവ നശീകരണ ആയുധങ്ങൾ നിർമ്മിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ ഇനി ഒരു കരാറിലേക്ക്, ആണവായുധം നിർമ്മിക്കുകയില്ല എന്ന രീതിയിലുള്ള ഒരു കരാറിലേക്ക് പോയാൽ യഥാർത്ഥത്തിൽ ഒബാമയെ എന്തിനു വേണ്ടിയാണ് ട്രംപ് പരിഹസിച്ചത്, അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന കരാറിൽ നിന്നും എന്തിനാണ് അമേരിക്ക പിൻവാങ്ങിയത് എന്ന പ്രധാനപ്പെട്ട ട്രംപ് പിൻവാങ്ങിയത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം സമ്മതിക്കാം, ട്രംപ് വിചാരിച്ചിരുന്നത് ശക്തി ഉപയോഗപ്പെടുത്തി ഇറാനെ ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാൻ കഴിയുമെന്നായിരുന്നു. എന്നാൽ ട്രംപിന് ഒരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഇറാനെ പിന്തിരിപ്പിക്കാൻ മാത്രം വലിയൊരു ശക്തി ആയിട്ടില്ല അമേരിക്ക എന്നത്. ഇത് ഇപ്പോൾ അനുഭവത്തിലൂടെ അമേരിക്ക പഠിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത ഇസ്രയേലിന്റെ ഉപാധികളെല്ലാം വെച്ച് വഷളാകുന്നതിലേറെ നല്ലത് മാന്യമായി ഈ യുദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറാനുള്ള ശ്രമം നടത്തുകയാണ് നല്ലത് എന്ന് ട്രംപ് ചിന്തിക്കുകയാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രയേലിന്റെ സ്ട്രാറ്റജി പരാജയപ്പെടുന്നത്. ഇനിയും ഹിസ്ബുള്ളക്കും അതുപോലെ ഹൂത്തികൾക്കും ആയുധങ്ങൾ ഒഴുകും. മാത്രമല്ല ഇറാൻ അവരുടെ മിസൈൽ സംവിധാനങ്ങൾ, പ്രൊജക്ടുകൾ
കൂടുതൽ ഡെവലപ്മെന്റ് ചെയ്യും, അവരുടെ ഡ്രോൺ പ്രൊജക്ടുകൾ അവർ ശക്തിയാക്കും. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിലുള്ള ബാധ്യതയാകും. എന്നാൽ ഇവിടെ ട്രംപ് മുന്നോട്ട് വെക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഈ ഹിസ്ബുള്ളയുടെ കയ്യിൽ, അതായത് ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത്തരം ഒരു വാറുകെട്ട് ഹിസ്ബുള്ളയുടെ കയ്യിൽ എത്തുമോ എന്ന ആശങ്ക ഇസ്രയേലിനുണ്ട്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അത് തൊട്ടടുത്ത ബോർഡറിലുള്ള രാഷ്ട്രമായതുകൊണ്ട് തന്നെ ഒരിക്കലും ഇസ്രയേലിന് പ്രതിരോധിക്കാൻ കഴിയാതെ ഇസ്രയേൽ ചാമ്പലാകുന്ന സാഹചര്യം ഉണ്ടാകും. ഇറാനുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിക രാഷ്ട്രങ്ങളുമായി യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ ലെബനാനിൽ നിന്ന് അത്തരമൊരു ആക്രമണം ഉണ്ടായാൽ അത് ഇസ്രായേലിന്റെ പതനമായിരിക്കും, ഇസ്രായേലിന്റെ അന്ത്യമായിരിക്കുമെന്ന് നെതന്യാഹുവിന് അറിയാം. അതുകൊണ്ട് തന്നെ ആണവായുധം ഉണ്ടാക്കാൻ പാടില്ല. മറ്റൊരു കാര്യം, ഈ പ്രോക്സികളെ സഹായിക്കാൻ പാടില്ല എന്നതാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം മുന്നോട്ട് വെച്ചാൽ ഇറാൻ അത് സ്വീകരിക്കുകയില്ല, യുദ്ധം തുടരേണ്ടി വരും. ഈ യുദ്ധം തുടർന്നാൽ അത് അമേരിക്കക്ക് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന് ട്രംപ് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ താൽക്കാലികമായി യു ടേൺ ചെയ്യാനുള്ള പദ്ധതികൾ ട്രംപ് ആവിഷ്കരിക്കുന്നു എന്നാണ് ഇപ്പോൾ വാഷിംഗ്ടൺ പോസ്റ്റ് ഉദ്ധരിക്കുന്നത്.